ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തേർഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. അപ്പോൾ ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേഗം ഒന്ന് പറഞ്ഞു പോകാം നമുക്ക്. അതിൽ ഫസ്റ്റ് നോക്കുന്നത് ഓഫർ എന്താണ്, അല്ലെങ്കിൽ ഓഫറിന് പറഞ്ഞ പേരാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. Section 2A of the Indian Contract Act defines a proposal as and when one person signifies to another his willingness to do or to abstain from doing anything with a view to obtaining the assent of that other. Such act abstinence he is said to make a proposal. പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നിന്ന് അയാൾ പിന്നോട്ട് നിൽക്കുകയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒരാൾ പ്രപ്പോസർ അല്ലെങ്കിൽ ഓഫറർ എന്ന് പറയും, മറ്റേയാൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഓഫറി ആയി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആരാണോ ഈ പ്രപ്പോസൽ മേക്ക് ചെയ്യുന്ന ആൾ അവരെ പ്രോമിസർ എന്നും, ആരാണോ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ അവരെ അക്സെപ്റ്റർ എന്നും ഒക്കെ പറയാം. അപ്പോൾ ഇതിൽ ഈ ഡെഫിനേഷൻ നമ്മൾ നോക്കിയപ്പോൾ അതിൽ 4 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ എക്സ്പ്രഷൻ ഓഫ് വില്ലിങ്നെസ് ടു ഡു. ഈ ഒരു പ്രപ്പോസലിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ തയ്യാറാണ്, അല്ലെങ്കിൽ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്, എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാനും. ഇത് രണ്ടാണെങ്കിലും ഇതിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത്. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു അനദർ പേഴ്സൺ. ഇതെങ്ങനെയാണ്? വേറൊരു വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ അസെന്റ് ഓഫ് ദാറ്റ് പേഴ്സൺ. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമ്മളൊരു പ്രപ്പോസൽ വെക്കുമ്പം അത് ആരോടാണോ ഇത് പറയുന്നത് ആ വ്യക്തിയുടെ ഒരു കൺസെൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു സമ്മതം ഒബ്റ്റെയിൻ ചെയ്യാനാണ് നമ്മളിത് പ്രപ്പോസൽ ഒരു നിർദ്ദേശം വെക്കുന്നത്. ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഉദ്ദേശം എന്താണ്? ഒരു ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് 2 തരത്തിലാണ് ഓഫർ പ്രധാനമായിട്ടുള്ളത്. എക്സ്പ്രസ് ഓഫറും ഉണ്ട്, ഇംപ്ലൈഡ് ഓഫറും ഉണ്ട്. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് പറയുക അല്ലെങ്കിൽ റിട്ടൺ ആയിട്ട് എഴുതി കാണിക്കുക, അതിനൊക്കെയാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൽ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണ്. ഐ വിൽ പേ ₹10,000 ടു എനിവൺ ഹൂ ട്രേസസ് മൈ മിസ്സിംഗ് സൺ. ആരെങ്കിലും എൻ്റെ മകൻ മിസ്സിംഗ് ആണ് കണ്ടുകിട്ടുന്ന ആളുകൾക്ക് 10,000 രൂപ സമ്മാനമായി കൊടുക്കുന്നു പറയുമ്പോൾ അത് ആ കോൺട്രാക്റ്റിൽ അവിടെ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്താണെന്നുള്ളത്. ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർവൈസ് ദെൻ വേർഡ്സ് ഈസ് ആൻ ഇംപ്ലൈഡ് ഓഫർ. വേർഡ്സ് യൂസ് ചെയ്യാതെ അണ്ടർസ്റ്റുഡ് ആയിരിക്കുന്ന കാര്യമാണെങ്കിൽ അതിനെയാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. കാരണം ഒരു ട്രാൻസ്പോർട്ട് കമ്പനി ഒരു ബസ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, റൺ ചെയ്യുന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ റൂട്ടിലേക്ക്, ദർ ഈസ് ആൻ ഇംപ്ലൈഡ് ഓഫർ ബൈ ട്രാൻസ്പോർട്ട് കമ്പനി ടു ക്യാരി പാസഞ്ചേഴ്സ് ഫോർ എ സർട്ടൺ ഫെയർ. അവിടെ കൃത്യമായി നമുക്കറിയാം ആ ഒരു റൂട്ടിൽ ആ ബസ് ഓടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് അണ്ടർസ്റ്റുഡ് ആയ ഒരു കാര്യമാണ്. അതാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. ഇനി സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് അവിടെ കൃത്യമായിട്ട് എന്താണ് കാര്യം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനെയാണ് വെൻ ആൻ ഓഫർ ഈസ് മെയ്ഡ് ടു എ ഡെഫിനറ്റ് പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ്. ഏതെങ്കിലും ഒരു വ്യക്തിയോട് പറയുന്ന കാര്യമോ അല്ലെങ്കിൽ അതേപോലെയുള്ള കുറച്ച് ആളുകളോട് മാത്രം പറയുകയാണെങ്കിൽ അതിനാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി ആക്സെപ്റ്റഡ് ഓൺലി ബൈ ദ പേഴ്സൺ ഓർ പേഴ്സൺസ് ടു ഹൂം ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ബൈ നോ വൺ എൽസ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു സ്കൂട്ടർ ബൈ ചെയ്യണം, ബിയിൽ നിന്ന് നമ്മൾ വാങ്ങണം 50,000 രൂപയ്ക്ക്. അപ്പോൾ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് എന്താ? സ്പെസിഫിക് ഓഫറാണ്. വിച്ച് ഹാസ് ബീൻ മെയ്ഡ് ടു ഡെഫിനറ്റ് പേഴ്സൺ ബി. 50,000 രൂപ തരാൻ തയ്യാറുള്ളത് ബി ആണ്, അതുകൊണ്ട് ബി ആണ് ആ സ്കൂട്ടർ വാങ്ങുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഓഫർ ആർക്കുള്ളതാണ്? അതൊരു വ്യക്തിക്ക്, ഡെഫിനറ്റ് ആയ ഒരു പേഴ്സൺ ഉള്ളതാണെന്നുള്ളതാണ് പറയുന്നത്. ജനറൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ആ കാര്യം ചെയ്യാം, പറയാം എന്നുള്ള ജനറലായിട്ട് കൊടുക്കുന്ന ഒരു ഓഫറാണ്. ബൈ അക്സെപ്റ്റഡ് ബൈ എനി പേഴ്സൺ ഹാവിങ് നോട്ടീസ് ഓഫ് ദ ഓഫർ. ആരാണോ ഈ ഒരു ഓഫർ അറിഞ്ഞ വ്യക്തി അത് ആർക്ക് വേണമെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാം. ഇതിനെയാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓഫർ എന്താണെന്നുള്ളത് നോക്കുക. ഓഫർ എക്സ്പ്രസ് ഓഫർ ഉണ്ട്, ഇംപ്ലൈഡ് ഓഫർ ഉണ്ട്, സ്പെസിഫിക് ഓഫർ ഉണ്ട്, ജനറൽ ഓഫർ ഉണ്ട്. ഇനി ഒരു ഓഫർ വാലിഡ് ആവണമെങ്കിൽ കുറച്ച് റൂൾസ് അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ റൂൾസ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ളൊരു കരാറാണല്ലോ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ ഒരു എലമെൻ്റ് ആണ് ഓഫർ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ഉണ്ടാവണം എന്ന് പറയുന്നത്.
അപ്പോൾ ലീഗൽ റിലേഷൻഷിപ്പ് അതിന് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഒരു പ്രപ്പോസൽ ഒരു പ്രോമിസ് ആവുന്നില്ലെങ്കിൽ ഈവൺ ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ അക്സെപ്റ്റഡ് അൺലെസ് ഇറ്റ് വാസ് മെയ്ഡ് വിത്ത് എ വ്യൂ ടു ക്രിയേറ്റ് എ ലീഗൽ ഒബ്ലിഗേഷൻ. അതായത് ഏത് രണ്ട് വ്യക്തികൾ തമ്മിലാണോ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ തമ്മിൽ ഒരു ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു ബന്ധം ഇതിന് ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് അതിൽ പറയുന്ന ഓരോ ടേംസും, ഓഫറിൽ പറയുന്ന ഓരോ കാര്യങ്ങളും രണ്ടാമത് പറയുന്ന വ്യക്തിക്ക് കൃത്യമായിട്ടും ഡെഫിനറ്റ് ആയിട്ടും അത് അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് കൃത്യമായി ഓഫർ അറിയാതെ കണ്ടാണ് നമ്മൾ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായി മാറും. അപ്പോൾ എപ്പോഴും ആ ഓഫർ ടേംസ് എന്താണോ ഓഫറിൽ യൂസ് ചെയ്തത് ഡെഫിനറ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. ഇനി ആ ഓഫർ എന്താണ്, നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ആ വ്യക്തിക്ക് അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെൻറ്റ്. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരാളോട് ഓഫർ പറയുന്നത്? ആ ആൾക്ക് നമ്മൾ പറയുന്ന കാര്യത്തിനോട് യോജിപ്പുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, നമ്മളോട് കൂടണം, അല്ലെങ്കിൽ അവരുടെ ഒരു കൺസെൻറ്റ് നമുക്ക് തരണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഓഫർ എങ്ങനെ കൊടുക്കാം? മേ ബി കണ്ടീഷണൽ. ഓഫർ കൊടുക്കുമ്പം നമുക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങൾ, കണ്ടീഷൻസ്, ഉപാധികൾ നമുക്ക് വെക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതായത് നിങ്ങളിങ്ങനെ 2 വാങ്ങുകയാണെങ്കിൽ ഒന്നുകൂടി ഫ്രീ എന്നൊക്കെ പറയാം. അതൊരു ഓഫറാണ്. അപ്പോൾ അവിടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ടെങ്കിൽ 2 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി കിട്ടും. അല്ല ഒന്ന് മാത്രമേ വാങ്ങുള്ളൂ എങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൈസ് കുറയ്ക്കാനേ പറ്റുള്ളൂ. അതൊരു ഓഫറാണ്, അത് കണ്ടീഷണലാണ്. ഓക്കെ. ആൻഡ് ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ ദ ടേം നോൺ കംപ്ലൈൻസ് ഓഫ് വിച്ച് മേ ബി അസ്യൂംഡ് ടു എമൗണ്ട് ടു ആക്സെപ്റ്റൻസ്. ഇനി ആ ഒരു ഓഫർ വൈൽ മേക്കിംഗ് ദ ഓഫർ വൺ ക്യാൻ നോട്ട് സേ ദാറ്റ് ഇഫ് ദ ഓഫർ ഈസ് നോട്ട് അക്സെപ്റ്റഡ് ബിഫോർ എ സർട്ടൺ ഡേറ്റ്. നമ്മൾ ഒരാളോട് ഓഫർ കൊടുക്കുമ്പം അവിടെ എന്താണ്, ഒരു സർട്ടൺ ഡേറ്റിന് മുന്നേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി പ്രസ്യൂംഡ് ടു ഹാവ് ബീൻ അക്സെപ്റ്റഡ്. അത് പിന്നീടാണെങ്കിൽ നോക്കാം എന്നുള്ള ലെവലിൽ അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. വെർ ബി റൈറ്റ്സ് ടു എ, ബി എക്ക് എഴുതുകയാണ്, ഐ വിൽ സെൽ യു മൈ ബജാജ് സ്കൂട്ടർ ഫോർ 23,000 and if you do not reply I shall assume you have accepted the offer. There will be no contract if A does not reply. അപ്പോൾ ബി എയോട് പറയുന്ന കാര്യം എന്താ? എൻ്റെ കയ്യിലുള്ള ബജാജിൻ്റെ സ്കൂട്ടർ 23,000 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. ഇനി നിങ്ങളിതിന് ഒരു മറുപടിയും എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ തന്ന ഓഫർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തില്ല, അവിടെ ഒരു കോൺട്രാക്റ്റ് ഇല്ല. ഇഫ് എ ഡസ് നോട്ട് റിപ്ലൈ, അപ്പോൾ അവിടെ എ ഒരു മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ എന്തുണ്ടായിട്ടില്ല, ഒരു കോൺട്രാക്റ്റ് അവിടെ ഫോം ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇനി ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ എന്നാണ് പറയുന്നത്. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഓഫർ ഈസ് ഓൾസോ ടു ബി ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഫ്രം എ മിയർ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ. Invitation to offer is merely to circulate information of readiness to negotiate business with anybody who wants such information comes to the person sending it. അതായത് ആരാണ് ഒരു ഇൻഫർമേഷൻ, ഒരു ഓഫർ വേറൊരാൾക്ക് കൊടുക്കുന്നത് വിചാരിക്കാം. ആ വ്യക്തി അത് എല്ലാവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുകയും അത് കേൾക്കുന്ന താമസം തന്നെ അവർ അത് ഓക്കെ ആണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യാം. ആൻ ഇൻവിറ്റേഷൻ, ഓഫർ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഇൻവിറ്റേഷൻ ഒരിക്കലും എന്തല്ല, ഒരു ഓഫർ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇൻവിറ്റേഷൻ ടു ഓഫർ പറഞ്ഞാൽ അത് എല്ലാവർക്കും വേണ്ടി നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. ആരാണ് ഇതിന് റെഡിയായി നിൽക്കുന്നതെങ്കിൽ അവരുമായിട്ടൊരു കരാറിൽ ഏർപ്പെടാം എന്നുള്ളത് മാത്രമാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുന്നത് എന്തൊക്കെ ടൈപ്പിലുള്ള ഓഫർ ഉണ്ട്. അവിടെ ഓഫർ പ്രധാനമായിട്ട് വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓഫർ. ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓഫർ എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് തരത്തിലുള്ള എന്ത് മോഡാണ് യൂസ് ചെയ്യുന്നത്, അതായത് എക്സ്പ്രസ് ആണോ ഇംപ്ലൈഡ് ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞാണ്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഓഫറി, നമ്മൾ ആർക്കാണ് ഈ ഓഫർ കൊടുക്കുന്നത് അവരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതായത് അത് ഒരു വ്യക്തിയോടാണോ, അങ്ങനെയാണെങ്കിൽ അത് സ്പെസിഫിക് ആണ്, അല്ല എല്ലാവർക്കും വേണ്ടി പറയുന്നതാണെങ്കിൽ ജനറൽ ആണ്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓഫർ, ഇനി ഏത് തരത്തിലുള്ള നേച്ചറാണ് അതിൻ്റെ ബേസിസിൽ, അതായത് ക്രോസ് ഓഫർ ആണോ, സ്റ്റാൻഡിങ് ഓഫർ ആണോ, കൗണ്ടർ ഓഫർ ആണോ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ക്രോസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ടു പാർട്ടീസ് മേക്ക് ഐഡൻറ്റിക്കൽ ഓഫേഴ്സ് ടു ഈച്ച് അതർ
In ignorance of each other's offer, the offers are cross offer. They shall not constitute acceptance of one's offer by the other. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞാൽ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ കൊടുക്കുക, പക്ഷെ അത് അവർ പരസ്പരം അറിയാതെ തന്നെ കൊടുക്കുന്ന ഒരു ഓഫറാണത്. ഇവിടെ എക്സാമ്പിൾ കാണാം. എ ബൈ എ ലെറ്റർ ഓഫർ ടു സെൽ ഹിസ് വീഡിയോകോൺ 52 TV set to B for ₹15,000. B by a letter which crosses A's letter in the post offers to buy it for 15,000. Offers are crossed and no binding contract will arise. Contract can arise only when acceptance is given after knowledge of the other. എ ഒരു ലെറ്റർ അയക്കുകയാണ് ബിക്ക്, ഇത്ര രൂപയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് സാധനം നിങ്ങൾക്ക് സെല് ചെയ്യാം. പക്ഷേ ഇതൊന്നും അറിയാതെ തന്നെ എന്താണ് ബി ഒരു ഓഫർ വയ്ക്കുകയാണ്. letter which crosses A's letter in the post offers to buy it for ₹15,000. അപ്പോൾ the offers are crossed. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിതിൽ ഓഫർ കൊടുക്കുമ്പോൾ അത് പരസ്പരം നമുക്ക് അതേ സമയത്ത് അത് അറിയാൻ പറ്റാതിരിക്കുകയും ആ ഒരു ഓഫറിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു കോൺട്രാക്റ്റ് റൈസ് ചെയ്യുന്നില്ല. കാരണം ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ ഒരാൾ ഓഫർ ചെയ്യാൻ വേണം, മറ്റേയാൾ അത് അക്സെപ്റ്റും ചെയ്യുമ്പോഴാണ് കോൺട്രാക്റ്റ് ആവുന്നത്. ഇവിടെ നമ്മൾ പരസ്പരം ഒരേ സമയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കുന്നത്. അതും രണ്ട് പേരുടെയും അറിവോട് കൂടിയല്ല. ഇപ്പം എ ലെറ്റർ അയക്കുന്ന സമയത്ത് ബിക്ക് അറിയില്ലല്ലോ ബിയും എ ലെറ്റർ അയക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് ബിയും എക്ക് ലെറ്റർ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ പരസ്പരം അറിവില്ലാതെ തന്നെ അവരെന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് പാസ് ചെയ്യുന്നു. പക്ഷെ അവിടെ ഒരു പാർട്ടി അയക്കുകയും മറ്റേ പാർട്ടി അത് വായിച്ച് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് എന്താവുന്നത്, ഒരു അക്സെപ്റ്റൻസ് ആയി മാറുന്നു എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാൻഡിങ് ഓഫറാണ്. സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫേഴ്സ് മെയ്ഡ് ഫോർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എ സർട്ടൻ ആർട്ടിക്കിൾ അറ്റ് എ സർട്ടൻ റേറ്റ് ഓവർ എ ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈം ആർ നോൺ ആസ് സ്റ്റാൻഡിങ് ഓഫേഴ്സ്. അതായത് നമ്മളിപ്പോൾ കടകളിൽ കാണാറുണ്ടല്ലോ, ചില പ്രത്യേക സീസണിൽ ഇന്ന് മുതൽ ഈ സംഭവം ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ഈ ഓഫർ ഒരു മാസം മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് ഒരു ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈമും ഒരു സർട്ടൻ റേറ്റും അതിന് പറയുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫേഴ്സ് ദോ അക്സെപ്റ്റഡ് ഡു നോട്ട് ഗിവ് റൈസ് ടു കോൺട്രാക്റ്റ്. ആ കൊടുത്ത ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ചൊരു കോൺട്രാക്റ്റ് ഒന്നും അവിടെ ഫോം ചെയ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞതാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. കൗണ്ടർ ഓഫർ പറഞ്ഞാൽ എന്താ, വെൻ ആൻ ഒറിജിനൽ ഓഫർ ഈസ് റിജക്റ്റഡ്, ശരിക്കുള്ള ഓഫർ റിജക്റ്റ് ചെയ്യുകയും അതിന് പകരമായിട്ട് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് പുതിയൊരു ഓഫർ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്താൽ അതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി എ ബിയോട് ഒരു ഓഫർ കൊടുത്തു, പക്ഷെ അത് വേണ്ട വെച്ചിട്ട് അതിന് പകരമായിട്ട് വേറൊന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. സബ്സീക്വൻ്റ്ലി ചേഞ്ചിങ് ഹിസ് മൈൻഡ് വിഷസ് ടു അക്സെപ്റ്റ് ദ ഒറിജിനൽ ഓഫർ കനോട്ട് ഡു സോ ആസ് ദ ഫസ്റ്റ് ഓഫർ ലാപ്സസ് ആൻഡ് വെൻ ഹി മേക്സ് ദ കൗണ്ടർ ഓഫർ. ഇനി ആദ്യത്തെ ഓഫർ അവർ സ്വീകരിക്കുന്ന മുന്നേ തന്നെ രണ്ടാമത്തെ ഓഫർ അവിടെ നമുക്ക് അതിന് ബദലായിട്ട് കൊടുക്കാമെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഓഫറും ആക്സെപ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് അടുത്തൊരു ഓഫർ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനി ആക്സെപ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫർ കിട്ടുമ്പം നമ്മളത് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനം എടുക്കുക. ഓക്കെ, ആർക്കൊക്കെയാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? ഒരു ഓഫർ പ്രധാനമായിട്ട് ആക്സെപ്റ്റഡ് ഓൺലി ബൈ ദ പേഴ്സൺ. ആർക്കാണോ ഈ ഓഫർ കൊടുത്തത് ആ വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികൾക്കോ മാത്രമാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇനി എന്താണ് ഒരു വാലിഡ് ആക്സെപ്റ്റൻസിൻ്റെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത്? നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും അത് എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഇംപ്ലൈഡ് മോഡിലായിരിക്കണം. എന്താണ് എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് റിട്ടൺ ആയിട്ടോ വേർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അത് ആക്സെപ്റ്റ് നമുക്ക് എന്താ പറയാം, എക്സ്പ്രസ്ഡ് ആണെന്ന് പറയാം. ഇംപ്ലൈഡ് ആവുമ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട, അത് അണ്ടർസ്റ്റുഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ആക്സെപ്റ്റൻസ് എപ്പോഴും എങ്ങനെ ആയിരിക്കണം? അബ്സല്യൂട്ട് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. ആൻഡ് അൺക്വാളിഫൈഡ്. ഇഫ് ഇറ്റ് ഈസ് എ ക്വാളിഫൈഡ് ആൻഡ് കണ്ടീഷണൽ ആക്സെപ്റ്റൻസ് ഇറ്റ് അമൗണ്ട്സ് ടു കൗണ്ടർ ഓഫർ ആൻഡ് റിജക്ഷൻ ഓഫ് ദ ഒറിജിനൽ ഓഫർ. എന്താണത് അൺക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നത്? അതിന്
നിലവാരമില്ലാത്തത് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തതാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ക്വാളിഫൈഡും ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു കണ്ടീഷനും വെച്ചുകൊണ്ടാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു കൗണ്ടർ ഓഫർ ഉണ്ടാവാനോ റിജക്ഷൻ ഉണ്ടാവാനോ ഒറിജിനൽ ഓഫർ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. ആക്സെപ്റ്റൻസ് എപ്പോഴും എന്ത് ചെയ്യണം? ഓഫർ ആരാണോ ഓഫർ തന്നത് അവരോട് നമ്മൾ തിരിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് റീസണബിൾ ടൈം. ഇനി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണതിനൊരു പ്രത്യേക സമയപരിധി ഉണ്ട്. ഒരാൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇത്ര സമയത്തിനുള്ളെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദ മെയ്ഡ് പ്രിസ്ക്രൈബ്ഡ് യൂഷ്വൽ ആൻഡ് റീസണബിൾ മോഡ്. ഇനി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനൊരു മോഡ് എങ്ങനെയാണ്, ഏത് തരത്തിൽ വേണമെന്നുള്ള പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. ഈ തരത്തിൽ വേണം ആക്സെപ്റ്റൻസ് അറിയിക്കാൻ എന്ന് പറയുമ്പം അത് അതേ മോഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ആക്സെപ്റ്റർ മസ്റ്റ് ബി അവെയർ ഓഫ് ദ പ്രപ്പോസൽ അറ്റ് ദ ടൈം ഓഫ് ദ ഓഫർ. ഇനി ആ ഒരു ഓഫർ കൊടുക്കുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ടായിരിക്കണം അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ദ ഓഫർ ലാപ്സസ് ഓർ ബിഫോർ ദ ഓഫർ ഈസ് വിത്ഡ്രോൺ. ഒരാളൊരു ഓഫർ തരുന്ന സമയത്ത് ആ ഓഫർ ലാപ്സ് ആയി പോവുക, അതായത് സമയപരിധി കഴിയുമ്പോൾ അത് ഓഫർ എന്തായി ഓട്ടോമാറ്റിക് അവിടെ ലാപ്സ് ആവും, അല്ലെങ്കിൽ അത് അവർ തന്നെ സ്വമേധയാ പിൻവലിക്കുകയോ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഈ ആക്സെപ്റ്റൻസ് അവരെ അറിയിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ആക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം സൈലൻസ്. മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് അതൊരു ആക്സെപ്റ്റൻസ് ആണ്. അതായത് ഇഫ് ദ ഓഫറി റിമെയിൻസ് സൈലന്റ് നോ കോൺട്രാക്ട് ഈസ് ഫോംഡ്. ഒരാൾ ഓഫറൊക്കെ തന്നു പക്ഷെ നമ്മളത് വേണമെന്നോ വേണ്ടാന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു കോൺട്രാക്ട് അവിടെ ഉണ്ടാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റാണ് മെയിനായിട്ട് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വെൻ ഈസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്, എപ്പോഴാണ് ഒരു ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്? ആദ്യം കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓഫറിലൂടെയാണ് കൊടുക്കുന്നത്. രണ്ടാമത് ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ആക്സെപ്റ്റൻസിലൂടെയാണ്. മൂന്നാമത് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ. എന്താ റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തൊരു കാര്യത്തിന് തിരിച്ച് പിൻവലിക്കുക. ഓക്കെ, ടേക്കിംഗ് ബാക്ക് അല്ലെങ്കിൽ വിഡ്രോവൽ നടത്തുക. ബോത്ത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് മേ ബി റിവോക്ഡ്. രണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം ഓഫറൊക്കെ കൊടുക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് പിൻവലിക്കും, അല്ലെങ്കിൽ നമ്മൾ റെഡിയാണ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയും, പക്ഷെ നമ്മൾ തിരിച്ച് പിൻവലിക്കും. അപ്പോൾ റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ ടേക്കൺ ബാക്ക് അല്ലെങ്കിൽ വിഡ്രോവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് ഓഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരും, ആക്സെപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരും, പിന്നെ റിവോക്കേഷൻ്റെ ഭാഗമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ആ ഒരു ടൈം ഫോർ റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഒരു ഓഫർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത സമയം പറഞ്ഞായിരിക്കും. ഇത്ര സമയത്തിനുള്ളിൽ വരയ്ക്കുകയാണ് ഈ ഓഫർ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നിർബന്ധമായിട്ടും ഈ രണ്ട് പ്രൊസീജിയറിനും എന്തുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്? സമയം ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഡിലേയ്ഡ് ഓർ ലോസ്റ്റ് ഇൻ പോസ്റ്റൽ ട്രാൻസിറ്റ്. ഇനി ഒരാൾ ഓഫർ കൊടുത്തു, മറ്റേ അത് ആക്സെപ്റ്റ് ചെയ്തു, പക്ഷേ ആ അക്സെപ്റ്റൻസ് അറിയിക്കുന്ന ലെറ്റർ സമയത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിലോ, ഡിലേ ആയാലോ, അല്ലെങ്കിൽ പോസ്റ്റലിൽ വരുന്ന വഴി അത് നഷ്ടപ്പെട്ടു പോയാലോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ആക്സെപ്റ്റൻസിൻ്റെ അവസ്ഥ എന്താ? ആക്സെപ്റ്റൻസ് ഓഫ് ഓഫർ കംപ്ലീറ്റ്, അത് അവർ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് കംപ്ലീറ്റ് ആവുന്ന എപ്പോഴാണ്? ഓഫറർക്ക് തിരിച്ചതിനുള്ളൊരു മറുപടി അവിടെ കിട്ടണം അല്ലേ? The contract is complete even if the letter of acceptance is lost through the accident in the post. But in order to bind the offerer, it is required that the letter of acceptance should be correctly addressed. കൃത്യമായിട്ട് ആർക്കാണോ എത്തേണ്ടത് അവർക്ക് അഡ്രസ്സ് കറക്റ്റായിട്ടുണ്ടാവണം. അതിന് വേണ്ട സ്റ്റാമ്പ് അയച്ചിട്ടുണ്ടായിരിക്കണം, സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എല്ലാ ഫോർമാലിറ്റീസും നമ്മൾ ഒബ്സർവ് ചെയ്യുക. കോൺട്രാക്ട് ഈസ് കംപ്ലീറ്റ് വെൻ ദ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് പോസ്റ്റഡ്. നമ്മളുടെ ഭാഗം ക്ലിയർ ആവും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈവൺ ഇഫ് ഇറ്റ് ഈസ് ഡിലൈഡ് ഓർ ലോസ്റ്റ് ഇൻ ദ പോസ്റ്റൽ ട്രാൻസിറ്റ്. ഇനി അത് ഇത്രയൊക്കെ ചെയ്തിട്ടും സമയത്ത് പോയില്ല എങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി ടെലിഫോൺ യൂസ് ചെയ്തിട്ടും നമുക്ക് കോൺട്രാക്റ്റുകൾ അതിലൂടെയും നമുക്ക് ചെയ്യാം. കോൺട്രാക്ട് ബൈ ടെലിഫോൺ ഓർ ടെലക്സ് ഈസ് ട്രീറ്റഡ് ഓൺ ദ സെയിം ലൈൻസ് ആൻഡ്
principles as an oral agreement entered into between the parties when they are face to face with each other. ഇനി നമുക്ക് മുഖാമുഖം കണ്ട് തന്നെ ഒരു ഓർഡറും ഓഫറും ആക്സെപ്റ്റൻസും വേണമെന്നില്ല. ത്രൂ ടെലിഫോണിലൂടെ ആണെങ്കിലും അത് നമുക്ക് അംഗീകരിക്കാവുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എപ്പോഴാണ് ഒരു ഓഫറിന് അവസാനമുണ്ടാവുക അല്ലെങ്കിൽ അവസാനിക്കുന്നത്? ഒരു ഓഫർ എങ്ങനെയാണ്? റിവോക്കേറ്റ് ചെയ്യുക പറഞ്ഞാൽ നിലവിലുള്ളതിനെ ഒന്ന് നമ്മൾ ടേക്കൺ ബാക്ക് ചെയ്യുക, പിൻവലിക്കുക, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുക. അതിന് എപ്പോഴാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. നമ്മൾ രണ്ടാമത്തെ വ്യക്തിയോട് കൃത്യമായിട്ട് നോട്ടീസ് കൊടുത്തുകൊണ്ട് അത് ഇത്ര സമയത്തിനുള്ളിൽ കഴിയും എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതെന്താണ്? അത് കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് എന്നാണ് പറയുന്നത്. എ പേഴ്സൺ ഹൂ മേക്സ് ആൻ ഓഫർ ക്യാൻ വിഡ്രോ ഇറ്റ് എനി ടൈം ബിഫോർ ആക്സെപ്റ്റൻസ്. നമ്മൾ സമയമൊക്കെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ സമയം വരെ ഇവരൊന്നും വേണ്ടിയില്ല. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണം മുന്നേ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് വിഡ്രോ ചെയ്യാനൊക്കെ പറ്റും. നോട്ടീസ് ഓഫ് റിവോക്കേഷൻ വിൽ ടേക്ക് ഇഫക്റ്റ് ഓൺലി വെൻ ഇറ്റ് കംസ് ടു ദ നോളേജ് ഓഫ് ദ ഓഫറി. നമ്മൾ നോട്ടീസ് അടിച്ചിട്ട് വിവരം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ കാര്യമില്ല, അത് ഓഫറി കൂടി അറിഞ്ഞിരിക്കണം ഇവർ നോട്ടീസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം, എന്നിട്ടത് വിഡ്രോ ചെയ്താലേ കാര്യമുള്ളൂ. നോട്ടീസ് ഓഫ് റിവോക്കേഷൻ മസ്റ്റ് കം ഫ്രം ദ പ്രപ്പോസർ ഓർ ഹിസ് ഡ്യൂലി ഓതറൈസ്ഡ് ഏജന്റ്. ഇനി ആരാണ് ഈ നോട്ടീസ് തന്നയക്കേണ്ടത്? ആരാണോ ഓഫർ ഉണ്ടാക്കിയ ആൾ, അവർ നമ്മളെ അറിയിക്കാനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോ അല്ലെങ്കിൽ നമ്മളോ ഓതറൈസ് ചെയ്യുന്ന ഒരു വ്യക്തി ഒറ്റായിരിക്കണം ഈ ഒരു നോട്ടീസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. ഇനി ആ ഓഫർ എപ്പോഴാണ് എൻഡ് ആവുന്നത്? ഒന്ന്, സമയപരിധി കഴിയുമ്പം. ഓക്കെ, കൃത്യമായിട്ട് റിവോക്കേറ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള നോട്ടീസ് കൊടുക്കുമ്പോൾ എൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ സമയപരിധി കഴിയാറായി, അല്ലെങ്കിൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിസ്ക്രൈബ്ഡ് ടൈമിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, റീസണബിൾ ടൈം ഉണ്ട്. ആ ഒരു റീസണബിൾ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്ന ആ സമയത്തുള്ള അതിൻ്റെ സർക്കംസ്റ്റാൻസസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ബൈ ദ ഫെയിലിയർ ഓഫ് ദ അക്സെപ്റ്റർ ടു ഫുൾഫിൽ എ കണ്ടീഷൻ പ്രിസീഡന്റ് ടു അക്സെപ്റ്റൻസ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്താണോ ഒരു കണ്ടീഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ ആ സമയത്തിനുള്ളിൽ പറ്റാതിരിക്കുക. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ബി ഓഫർ ടു സെൽ ഹിസ് കമ്പ്യൂട്ടർ ടു എ. ബി എക്ക് നമ്മുടെ കയ്യിലുള്ള കമ്പ്യൂട്ടർ കൊടുക്കുകയാണ്. എത്ര രൂപയ്ക്ക്? 12,000 കൊടുക്കുകയാണ്. എ സെൻസ് ആൻ അഡ്വാൻസ് ഓഫ് ₹2,000 വിത്ത് ഹിസ് ആക്സെപ്റ്റൻസ്. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പം എ അതിന് വില്ലിങ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അത് എങ്ങനെ മനസ്സിലായത്? ഇത് കേട്ടപ്പോൾ എ 2,000 രൂപ അഡ്വാൻസ് ആയിട്ട് അവിടെ തിരിച്ചയച്ചു കൊടുത്തിട്ടുണ്ട്. ബി ഓഫർ അക്സെപ്റ്റ് ചെയ്തു, ബട്ട് ഡസ് നോട്ട് സെൻഡ് ദ അഡ്വാൻസ്. അവിടെ എന്ത് ചെയ്തില്ല? ആ ഒരു അഡ്വാൻസ് അവിടെ സെൻഡ് ചെയ്തില്ല. ഓഫർ മേ ബി ടേക്കൺ ആസ് റിവോക്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫർ നമുക്ക് വിഡ്രോ ചെയ്തതായിട്ട് കണക്കാക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദ പ്രപ്പോസർ. ആരാണോ ഓഫർ ഉണ്ടാക്കിയ ആൾ, അവർ ചിലപ്പോൾ മരിച്ചു പോവാം, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിഭ്രമം സംഭവിക്കാം. അങ്ങനെയൊക്കെ അവരൊരു മനോനില കറക്റ്റ് അല്ലെങ്കിൽ ആ ഓഫറിന് യാതൊരു സാധുതയും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് ബൈ കൗണ്ടർ ഓഫർ. നമ്മൾ നേരത്തെ പറഞ്ഞു ആൻ ഓഫർ ലാപ്സസ് ഇഫ് ദ കൗണ്ടർ ഓഫർ ഈസ് മെയ്ഡ്. ഒരു കൗണ്ടർ ഓഫർ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അത് ആ ഓഫർ നിലവിലുള്ളത് എന്താവും? ലാപ്സ് ആവും. ബിക്കോസ് എ കൗണ്ടർ ഓഫർ അമൗണ്ട്സ് റിജക്ഷൻ ഓഫ് ദ ഒറിജിനൽ ഓഫർ. നമ്മൾ ആദ്യം ഒരു ഓഫർ കൊടുക്കണം, പിന്നെ രണ്ടാമത് വേറൊരു ഓഫറും കൂടി വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആദ്യത്തെ ഓഫർ അവിടെ എന്തായി മാറും? അത് റിജക്റ്റ് ചെയ്തായിട്ട് അല്ലെങ്കിൽ തള്ളിപ്പോയതായിട്ട് പറയും. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എ ഓഫേഴ്സ് ടു സെൽ ഹിസ് ഹൗസ് ടു ബി ഫോർ ₹25 lakhs. എ ഓഫർ ചെയ്യാണ് ബിക്ക്, ഞാൻ എൻ്റെ വീട് നിങ്ങൾക്ക് 25 ലക്ഷം രൂപയ്ക്ക് തരാം. ബി ആക്സെപ്റ്റ് ചെയ്തു ടു ബൈ ഫോർ ₹20 lakh. 25 ലക്ഷം പറഞ്ഞപ്പോഴും 20 ലക്ഷം തരാമെന്ന് ബി പറഞ്ഞു. ദിസ് ഇസ് നോട്ട് എൻ അക്സെപ്റ്റൻസ് ബട്ട് എ കൗണ്ടർ ഓഫർ. കാരണം 25 ലക്ഷം രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ ബി ഇങ്ങോട്ടും ഒരു ഓഫർ പോലെയാണ് പറഞ്ഞത്. അത് ആക്സെപ്റ്റ് ചെയ്തു എന്നല്ലല്ലോ, 25 ലക്ഷം ഞാൻ തരാൻ റെഡിയാണെന്നല്ല പറഞ്ഞത്. പകരം അവർ പറഞ്ഞു ഞാൻ 20 ലക്ഷം രൂപ തരും. അപ്പോൾ അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഓഫറാണ്. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും എന്തല്ല? അക്സെപ്റ്റൻസ് അല്ല, ഇതൊരു കൗണ്ടർ ഓഫറാണ്. ആ 20 ലക്ഷം ഞാൻ തരും എന്ന് പറയുമ്പോൾ 25 ലക്ഷം എന്ന് പറയുന്ന ആ ഒരു ഓഫർ അവിടെ ഇല്ലാതെ ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കൗണ്ടർ ഓഫർ വന്നാലും അതെന്താണ്? ആ ഒരു ഓഫർ
അവസാനിച്ചായിട്ട് കണക്കാക്കും. ഇനി അടുത്ത് പറഞ്ഞ ബൈ റിജക്ഷൻ. ബൈ റിജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ഓഫർ ലാപ്സസ് ഇഫ് ഇറ്റ് ഈസ് റിജക്റ്റഡ് ബൈ ദ ഓഫറിങ്. ഞാനൊരു ഓഫർ വേറൊരാളോട് പറഞ്ഞു, പക്ഷെ ആ ഓഫർ അപ്പം തന്നെ അയാൾ നിരസിച്ചു, റിജക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ആ ഒരു ഓഫർ അവിടെ കംപ്ലീറ്റ് ആയതായിട്ടാണ് കണക്കാക്കുക. ആൻ ഓഫർ ലാപ്സസ് ബൈ സബ്സീക്വൻറ്റ് ഇല്ലീഗാലിറ്റി ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. എന്ത് കാര്യത്തിനെ കുറിച്ചാണോ നമ്മൾ കോൺട്രാക്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്, ആ ഒരു മെയിൻ കാര്യം അല്ലെങ്കിൽ ആ ഉദ്ദേശം അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് മാറ്ററേ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ആ ഓഫറിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓഫർ ലാപ്സസ് ബൈ സബ്സീക്വൻറ്റ് ഇല്ലീഗാലിറ്റി. അതിൽ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസലായി പോവും. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ ആ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്ത ആ സബ്ജക്റ്റ് മാറ്റർ എന്താണോ ആ ഒരു സംഭവം, ഇപ്പം നമ്മൾ പറയണം ഞാൻ ഇത്ര രൂപയ്ക്ക് എൻ്റെ വീട് നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് മാറ്റർ എന്താ? നമ്മുടെ വീടാണ്. അത് പെട്ടെന്ന് തീപിടുത്തം വന്നു പോയി, വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയി എന്നൊക്കെ പറയുമ്പം ആ സബ്ജക്റ്റ് മാറ്ററെ അവിടെ ഡിസ്ട്രോയ് ചെയ്തു പോയി. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഓഫർ അവിടെ എന്തായിട്ടാണ് പറയുക? അത് ലാപ്സ് ആയതായിട്ടാണ് പറയുക. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം രണ്ട് ടേമാണ് പഠിക്കുന്നത്, ഓഫറും ആക്സെപ്റ്റൻസും. ഒരു വ്യക്തി ഓഫർ ചെയ്യുകയും മറ്റേ വ്യക്തി പൂർണ്ണമായും അത് കേട്ടറിഞ്ഞ് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓഫർ പഠിക്കുക, ഓഫർ ഡിഫറെൻറ്റ് ടൈപ്സ്, അതുപോലെ തന്നെ ഓഫർ എപ്പോഴാണ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എപ്പോഴാണ് ഒരു ഓഫർ അവസാനിച്ചതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്, അതിൻ്റെ മെത്തേഡ്സ്, അതിൻ്റെ ടൈപ്സ്, എത്ര ഓഫർ ഉണ്ട്, അതൊക്കെയാണ് ഓഫർ ബൈ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. ആക്സെപ്റ്റൻസിലേക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് അതിൻ്റെ എസെൻഷ്യൽ ലീഗൽ റൂൾസ് എന്തൊക്കെയാണ്. ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ആയിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതൊരു റീസണബിൾ ടൈമിൻ്റെ ഉള്ളിലായിരിക്കണം അറിയിക്കേണ്ടത്, അതിൻ്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ അത് കൊടുക്കണം, ആൻഡ് കൃത്യമായിട്ട് അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റർ അറിഞ്ഞിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ കുറച്ച് പോയിന്റുകൾ, ഒരു 8 പോയിന്റ് അവിടെയും വരുന്നുണ്ട്. അപ്പോൾ എസ്സേക്കൊക്കെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. ഒന്ന് ഓഫർ കൊടുക്കുന്നുണ്ട് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ, മറ്റയാൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ, ഇനി ആ ഓഫർ ഇത്ര സമയം കഴിയുമ്പോൾ അത് എന്താണ് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ 3 കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഇതിൽ വരുന്നത്. പിന്നെ റിവോക്കേഷൻ, ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്. ഇനി എപ്പോഴാണ് ഒരു ഓഫർ അവസാനിച്ചു അല്ലെങ്കിൽ ഒരു അവസാനം ഉണ്ടാകുന്ന എപ്പോഴൊക്കെയാണ്? ഒന്ന്, ഒരു നോട്ടീസ് അറിയിപ്പായി നോട്ടീസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സമയപരിധി കഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ അവിടെ ഫുൾഫിൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നു, അതല്ലെങ്കിൽ ആരാണോ ഓഫർ കൊടുത്ത ആ വ്യക്തി മരണപ്പെടുകയോ ഇൻസൈൻ ആവുകയോ ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ഓഫർ പറയുമ്പം ബദലായിട്ട് ഇങ്ങോട്ട് വേറൊരു ഓഫർ വരുമ്പോൾ ആദ്യത്തെ ഓഫർ അവിടെ ഓട്ടോമാറ്റിക് ഇല്ലാതായി പോവും, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്തിട്ട് പോവാറുണ്ട്. ആൻഡ് ഏതെങ്കിലും കാരണം കൊണ്ട് നിയമപരമായിട്ട് ചില കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ തന്നെ നശിച്ചു പോകുന്നത് കൊണ്ടൊക്കെ നമുക്ക് ആ ഓഫർ അവിടെ കംപ്ലീറ്റ് ആയതായിട്ട് പറയാം. റിവോക്കേഷൻ ഓഫ് ഓഫർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ 3rd ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യം ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടും ക്ലിയർ ആയിട്ടും ഒക്കെ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്